ശരി, നമുക്ക് നോക്കാം. ഇന്നത്തെ 40 ചോദ്യങ്ങൾ വളരെ എളുപ്പമുള്ള 40 ചോദ്യങ്ങളാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. നല്ല പോലെ എല്ലാം റെസ്പോണ്ട് ചെയ്യുക. സരോജിനി നായിഡുവിന്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയെന്നാണ് ചോദ്യം. ഒന്ന് ഉത്തരം കമന്റ് ചെയ്തേ. സരോജിനി നായിഡുവിന്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഓപ്ഷൻ ഡി കാൺപൂർ ആണ് അല്ലെ. കാൺപൂരിലാണ് സരോജിനി നായിഡുവിന്റെ അധ്യക്ഷതയിൽ എന്ത് നടന്നത്, കോൺഗ്രസ് സമ്മേളനം INC സമ്മേളനം നടന്നത് കാൺപൂരിലാണ്. ഓക്കെ, ഏത് വർഷമാണ് സരോജിനി നായിഡുവിന്റെ അധ്യക്ഷതയിൽ? 1925 അല്ലെ. 1925 സരോജിനി നായിഡു അധ്യക്ഷയായിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. ഈ കാൺപൂർ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ കാൺപൂർ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണ്? എന്തുവാ പ്രത്യേകത? ആദ്യമായി ഒരു ഇന്ത്യൻ വനിത ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ വനിത എന്ത് ചെയ്യുന്നു? ആദ്യമായി ഒരു ഇന്ത്യൻ വനിത INC പ്രസിഡന്റ് ആകുന്നത് 1925 കാൺപൂർ സമ്മേളനത്തിലാണ്. ആദ്യമായിട്ട് ഇന്ത്യൻ വനിത INC പ്രസിഡന്റ് ആവുന്ന 1925 കാൺപൂർ സമ്മേളനത്തിലാണ്. ആദ്യമായി ഒരു വനിത INC പ്രസിഡന്റ് ആയത് ഏത് സമ്മേളനത്തിലാണ്? ആദ്യമായി ഒരു വനിത INC പ്രസിഡന്റ് ആയത് 1917 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. 1917 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യമായിട്ടൊരു വനിത INC പ്രസിഡന്റ് ആയത്. അത് ആരാണ്ടാ? അത് ആനി ബസന്റ് ആണ് അല്ലെ. അത് ആരാണ്? ആനി ബസന്റ് ആണ് ആ വനിത. ആനി ബസന്റ് ഒക്കെ നമുക്കിപ്പോ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. ആനി ബസന്റ് നമുക്കിപ്പോ റീസെന്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. ആനി ബസന്റ് ഏത് വർഷമാണ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത് എന്നുള്ള ചോദ്യം നമുക്കുണ്ടായിരുന്നു. 1893 അല്ലെ പിള്ളേർ. 1893 ആനി ബസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത്. ആനി ബസന്റ് ആരംഭിച്ച 2 പത്രങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആനി ബസന്റ് ആരംഭിച്ച 2 പത്രങ്ങൾ? ഒന്ന് ന്യൂ ഇന്ത്യ, രണ്ടാമത്തെ ഏതാണ്? രണ്ടാമത്തത് കോമൺവീൽ. ന്യൂ ഇന്ത്യ കോമൺവീൽ. ഈ 2 പത്രങ്ങളും ആരംഭിക്കുന്നത് ആരാണ്? ആനി ബസന്റ് ആണ്. അത് മാത്രമല്ല, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക, ഗ്രാൻഡ് ഓൾഡ് വുമൺ ഓഫ് അല്ലെങ്കിൽ ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ഇന്ത്യൻ നാഷണലിസം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആനി ബസന്റിനെയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആനി ബസന്റിനെയാണ്. എന്നാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലിയാണ്. മനസ്സിലായ? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയതയുടെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരെയാണ്ട? അത് ഈ ആനി ബസന്റിനെയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയതയുടെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്ന ആനി ബസന്റിനെയാണ്. എന്നാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലിയാണ്. അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ. ഇന്ത്യയുടെ പെട്ടെന്ന് ഒന്ന് റെസ്പോണ്ട് ചെയ്ത് വിട്ടെ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാണ്? ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ ആരാണ്? ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ് അല്ലെ. ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ. ഓക്കെ, ഇനി അടുത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അതായത് 1ാം സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? 1ാം സ്വാതന്ത്ര്യ സമരം, അതായത് 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗിനെയാണ് അല്ലെ. കൻവർ സിംഗ് അറിഞ്ഞാത്ത പോയിന്റ് എഴുതി പഠിച്ചോണെ. കൻവർ സിംഗിനെയാണ്. 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗിനെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത് കേരളത്തിന്റെ വന്ധ്യവയോധികൻ ആരാണ്? ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് കേരള KP കേശവ മേനോൻ. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് KP കേശവ മേനോനാണ്. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. കേരളത്തിന്റെ വന്ധ്യവയോധികൻ. അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ആരാണ്? തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് GP പിള്ളയാണ്. ബാരിസ്റ്റർ GP പിള്ള. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ളയാണ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരെയാണ്ട? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ ആരാണ്?
തുഷാർ ഗാന്ധി ഘോഷാണ് അല്ലെ? തുഷാർ ഗാന്ധി ഘോഷാണ്. തുഷാർ ഗാന്ധി ഘോഷിനെയാണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നത്. ചലപതി റാവു എന്താ? ചലപതി റാവു എന്താ? ചലപതി റാവു എന്താണ്ടാ? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ചലപതി റാവു ആണ് കേട്ടോ. ചലപതി റാവു ആണ്. ഓർത്തിരിക്കണേ. ഓക്കെ, അപ്പൊ ഈ സമ്മേളനം ഓർത്തിരിക്കുക. 1917 കൊൽക്കത്ത സമ്മേളനത്തില് ആനി ബസന്റ് അധ്യക്ഷയാകുന്നു ആദ്യമായിട്ട്. 1925 കാൺപൂർ സമ്മേളനത്തില് ആദ്യമായൊരു ഇന്ത്യൻ വനിത സരോജിനി നായിഡു എന്ത് ചെയ്യുന്നു? INC പ്രസിഡന്റ് ആകുന്നു. അതിനുശേഷം ഏത് വനിതയാണ് INC പ്രസിഡന്റ് ആയത്? സരോജിനി നായിഡുവിന് ശേഷം ഏത് വനിതയാണ് ആയത്? നെല്ലിസൺ ഗുപ്തയാണ്. നെല്ലിസൺ ഗുപ്ത ഏത് വർഷമായത്? 1933 കൊൽക്കത്ത സമ്മേളനം. 1933 കൊൽക്കത്ത സമ്മേളനത്തില് നെല്ലിസൺ ഗുപ്ത ആരാണ്? നെല്ലിസൺ ഗുപ്ത എന്ത് ചെയ്തു? INC പ്രസിഡന്റ് ആയി. അപ്പൊ INC പ്രസിഡന്റ് ആകുന്ന മൂന്നാമത്തെ വനിതയായിട്ട് ആര് മാറിയടാ? INC പ്രസിഡന്റ് ആകുന്ന മൂന്നാമത്തെ വനിതയായിട്ട് നെല്ലിസൺ ഗുപ്തയായി. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോണം, നെല്ലിസൺ ഗുപ്ത ഇന്ത്യക്കാരിയല്ല, അതൊരു വിദേശ വനിതയാണ് കേട്ടോ. അതൊരു വിദേശ വനിതയാണ്. നെല്ലിസൺ ഗുപ്ത എന്ന് പറയുന്നത് ഒരു വിദേശ വനിതയാണ് കേട്ടോ. അവര് ബ്രിട്ടനിൽ ജനിച്ച ഒരു വിദേശ വനിതയാണ് നെല്ലിസൺ ഗുപ്ത. അപ്പൊ 1933 കൊൽക്കത്ത സമ്മേളനത്തിലാണ് മൂന്നാമതായി ഒരു വനിത INC പ്രസിഡന്റ് ആകുന്നത്. ഇതൊക്കെ നമ്മൾ ചോദിക്കും. നാലാമതായി ഒരു വനിത INC പ്രസിഡന്റ് ആയ വർഷം ഏതാണ്? നാലാമതായി ഒരു വനിത INC പ്രസിഡന്റ് ആയ വർഷം 1959. നമുക്ക് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണ്, സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ് ഒരു വനിത പിന്നെ INC പ്രസിഡന്റ് ആകുന്നത്. അത് ആരാണ്? ഇന്ദിരാഗാന്ധി. ആരാണ്ടാ? ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ഇന്ദിരാഗാന്ധിയാണ് ആ വനിത. ഇന്ദിരാഗാന്ധി ഏത് സമ്മേളനത്തിലാണ്, എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് അധ്യക്ഷയായത്? ഡൽഹി സമ്മേളനം. ഈ സമ്മേളനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്പെഷ്യൽ സമ്മേളനമാണ് കേട്ടോ. ഡൽഹി സ്പെഷ്യൽ സമ്മേളനമാണ്. ഡൽഹി സ്പെഷ്യൽ സമ്മേളനം 1959 ഡൽഹി സ്പെഷ്യൽ സമ്മേളനത്തില് ഇന്ദിരാഗാന്ധി INC പ്രസിഡന്റ് ആയി. ഇന്ദിരാഗാന്ധിക്ക് ശേഷം INC പ്രസിഡന്റ് ആയ വനിത ആരാണ്? ഇന്ദിരാഗാന്ധിക്ക് ശേഷം INC പ്രസിഡന്റ് ആയ വനിതയാണ് സോണിയാഗാന്ധി. ഏത് വർഷമാണ് സോണിയാഗാന്ധി INC പ്രസിഡന്റ് ആയത്? 1998 സോണിയാഗാന്ധി INC പ്രസിഡന്റ് ആയത്. 1998 സോണിയാഗാന്ധി INC പ്രസിഡന്റ് ആയി. സോണിയാഗാന്ധി INC പ്രസിഡന്റ് ആയ സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്? സോണിയാഗാന്ധി INC പ്രസിഡന്റ് ആയ സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്ടാ? പറ. ഡൽഹി ആണോ? ഡൽഹി അല്ല. അതും കൊൽക്കത്തയാണ് കേട്ടോ. സോണിയാഗാന്ധി INC പ്രസിഡന്റ് ആയ സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്? കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ആദ്യമായിട്ട് INC പ്രസിഡന്റ് ആയ വനിത ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ 1917 കൊൽക്കത്ത സമ്മേളനം ആനി ബസന്റ്. 1917 കൊൽക്കത്ത സമ്മേളനം ആനി ബസന്റ്. ആദ്യത്തെ ഇന്ത്യൻ വനിത അല്ലെങ്കിൽ രണ്ടാമത്തെ വനിത എന്ന് ചോദിക്കുകയാണെങ്കിൽ 1925 കാൺപൂർ സമ്മേളനം ആരാണ്ട? സരോജിനി നായിഡു. അടുത്ത് മൂന്നാമത്തെ വനിത അല്ലെങ്കിൽ രണ്ടാമത്തെ വിദേശ വനിത എന്ന് കേട്ട് കഴിഞ്ഞാൽ 1933 കൊൽക്കത്ത സമ്മേളനം നെല്ലിസൺ ഗുപ്ത. അടുത്ത നാലാമത്തെ വനിത, രണ്ടാമത്തെ ഇന്ത്യൻ വനിത, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യത്തെ വനിത. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധി 1959 ഡൽഹി സ്പെഷ്യൽ സമ്മേളനം. അതിനുശേഷമായ വനിതയാണ് 1998 സോണിയാഗാന്ധി കൊൽക്കത്ത സമ്മേളനം. കേട്ടോ, 98 കൊൽക്കത്ത സമ്മേളനത്തിലാണ് സോണിയാഗാന്ധി INC പ്രസിഡന്റ് ആയത്. ഓക്കെ, രണ്ട് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ തവണ INC സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം ഏതാണ്? സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ തവണ INC സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം ഏതാണ്ട്? അത് കൊൽക്കത്തയാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് കൊൽക്കത്തയും. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏത് നഗരമാണ്? സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം അത് ഏതാണ്ട? അത് ഡൽഹിയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണേ? ശരി, അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ 52ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ 52ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൂറുമാറ്റ നിരോധന നിയമം അല്ലേ? കൂറുമാറ്റ നിരോധന നിയമമാണ് 52ാം ഭേദഗതി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യം. അപ്പൊ 52ാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രീയ കൂറുമാറ്റ നിരോധന നിയമം. ഓക്കെ, ഏത് വർഷമാണ് 52ാം ഭേദഗതി? ഏത് വർഷമാണ് 52ാം ഭേദഗതി? ഏത് വർഷമാണ്?
1985 കേട്ടോ. 1985 52 ഭേദഗതി. ഈ 85 ഈ ഭേദഗതി സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവരാൻ കാരണമായിട്ടുള്ള പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധിയാണ്. എടാ പിള്ളേരെ, ഈ കൂറുമാറ്റ നിരോധന നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്ന പട്ടിക ഏതാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? എത്രാമത്തെ പട്ടികയിൽ? എടാ പട്ടിക ഷെഡ്യൂൾ 10, 10ാമത്തെ പട്ടികയിലാണ് കൂറുമാറ്റ നിരോധന നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂറുമാറ്റ നിരോധന നിയമം 52 ഭേദഗതി 1985, രാജീവ് ഗാന്ധി 10ാമത്തെ പട്ടിക. പക്ഷേ നിങ്ങൾ കൂറുമാറ്റ നിരോധന നിയമം അല്ലെങ്കിൽ ആന്റി ഡിഫഷൻ ലോ പഠിക്കുമ്പോൾ ഈ 52 ഭേദഗതി മാത്രം പഠിച്ചാൽ പോരാ. നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു ഭേദഗതി കൂടിയുണ്ട്. 2003 91 ഭേദഗതി. 2003 91 ഭേദഗതിയിലാണ് കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ആ ഒരു ഭേദഗതിയിലൂടെയാണ് കൂറുമാറ്റ നിരോധന നിയമം പൂർണ്ണമായത്. അപ്പൊ 2003 91 ഭേദഗതിയും കൂറുമാറ്റ നിരോധന നിയമം അല്ലെങ്കിൽ ആന്റി ഡിഫഷൻ ലോ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മനസ്സിലായി? ഓക്കെ. ഇനി ഓപ്ഷൻസ്: പ്രായപൂർത്തി വോട്ടവകാശം അങ്ങനെ അന്ന് ഏതെങ്കിലും ഭേദഗതി വേണ്ടി വന്നിട്ടുണ്ടോ? പ്രായപൂർത്തി വോട്ടവകാശത്തിന് പ്രായപൂർത്തി വോട്ടവകാശമാണോ ഈ പറയുന്ന 61 ഭേദഗതി? പ്രായപൂർത്തി വോട്ടവകാശം അല്ലെങ്കിൽ സാർവത്രിക വോട്ടവകാശം എന്ന് പറയുന്നത് 326ാമത്തെ ആർട്ടിക്കിൾ അല്ലടാ, 326ാമത്തെ ആർട്ടിക്കിളിലാണ്. അതിന് ഭേദഗതി വന്നിട്ടുണ്ടോ 326ാമത്തെ ആർട്ടിക്കിളിന്? ഇല്ല. പക്ഷെ ഈ നമ്മുടെ വോട്ടിംഗ് പ്രായം കുറച്ച ഭേദഗതിയുണ്ട്. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ച ഭേദഗതി 1989 61 ഭേദഗതി അല്ലേ? 1989 61 ഭേദഗതി നമുക്ക് ചോദിക്കുന്നതാണ്. SCERT പറയുന്നുണ്ട്. 1989 61 ഭേദഗതിയാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചത്. അതും ആര് തന്നെയാണ്? അതും രാജീവ് ഗാന്ധി തന്നെയാണ് കേട്ടോ. അതും രാജീവ് ഗാന്ധിയാണ്. വോട്ടിംഗ് പ്രായം കുറച്ചത് ആര് തന്നെയാണ്? രാജീവ് ഗാന്ധി തന്നെയാണ്. ഓക്കെ. അടുത്ത് സ്വത്തവകാശം മൗലിക അവകാശങ്ങൾ നീക്കം ചെയ്ത്, അത് സ്ഥിരം PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് പിള്ളേരെ 44ാം ഭേദഗതി, 44ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം 1978 44ാമത്തെ ഭേദഗതി പ്രകാരമാണ്. 1978 44ാമത്തെ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യ ബഹുജന പ്രസ്ഥാനം ഏതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യ ബഹുജന പ്രസ്ഥാനം ഏതാണ്? പെട്ടെന്നായിക്കോട്ടെ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യ ബഹുജന പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരമാണ് നിസ്സഹരണ സമരം. ഓപ്ഷൻ ബി, നിസ്സഹരണ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യത്തെ ബഹുജന പ്രസ്ഥാനം. ഓക്കെ. അപ്പൊ ബഹുജന പ്രസ്ഥാനമെന്നോ ദേശീയ സമരമെന്നോ, ഗാന്ധിജി നേതൃത്വം നൽകിയ ദേശീയ സമരമെന്നോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഏത് പറയണം? നിസ്സഹരണ സമരം പറയാം. മനസ്സിലായല്ലോ? അത് ഓർത്തു വെച്ചോണം കേട്ടോ. ഗാന്ധിജിയുടെ ആദ്യ സമരമൊക്കെ നമുക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. എന്നാലും പറഞ്ഞു, ആദ്യ സമരം ഏതാ? ഇന്ത്യയിൽ ആദ്യ സമരം ഏതാ? ആദ്യത്തത് 1917 ചമ്പാരൻ. ആദ്യ സമരം 1917 ചമ്പാരൻ. ആദ്യ നിരാഹാര സമരം ഏതാ? ആദ്യ നിരാഹാര സമരം 1918 അഹമ്മദാബാദ് മിൽ സമരം. അഹമ്മദാബാദ് മിൽ സമരം. ആദ്യ നിരാഹാര സമരം എന്ന് പറഞ്ഞാൽ അഹമ്മദാബാദ് മിൽ സമരം. നമ്മളത് പഠിക്കുന്നുണ്ട്. അഹമ്മദി കാണിച്ച് നിരാഹാരം കിടന്നു അല്ലേ? നമ്മളെ വീട്ടിലൊക്കെ കൊച്ചു പിള്ളേർ, നമ്മൾ കുട്ടി കഴിക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട് നമ്മൾ അഹങ്കാരം കാണിച്ചിട്ട് നമ്മൾ ആഹാരം കഴിക്കാതിരിക്കും അല്ലേ? അപ്പൊ അഹമ്മദി കാണിച്ച് നിരാഹാരം കിടന്നു എന്നോർത്ത് അഹമ്മദി കാണിച്ച് നിരാഹാരം കിടന്നു. അപ്പം ആദ്യ നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ സമരം. ആദ്യ സമരം 1917 ചമ്പാരൻ സമരമാണ്. ചമ്പാരൻ ഏത് സംസ്ഥാനത്ത് നിന്ന് ചോദിക്കും? ചമ്പാരൻ ഏത് സംസ്ഥാനത്തിലാണ്ടാ? പറ. ചമ്പാരൻ ബീഹാറാണ്. ഇനി ഗാന്ധിജിയുടെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം അല്ലെങ്കിൽ ദേശീയ സമരം, INCക്ക് വേണ്ടി ഗാന്ധി നടത്തിയ അവസാനത്തെ ദേശീയ പ്രക്ഷോഭമാണ് 1942 ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ക്വിറ്റ് ഇന്ത്യ സമരമാണ് അവസാനത്തെ ഏന്ന് ഇട്ട് കഴിഞ്ഞാൽ 1942 ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഗാന്ധിജിയുടെ ഏറ്റവും ദുർബലമായ സമരം ഏതാണ്? ഗാന്ധിജിയുടെ ഏറ്റവും ദുർബലമായ സമരം ഏതാണ്ടാ?
ഗാന്ധിയുടെ ഏറ്റവും ദുർബലമായ സമരം വ്യക്തി സത്യാഗ്രഹമാണ്. വ്യക്തി സത്യാഗ്രഹമാണ് ഗാന്ധിയുടെ ഏറ്റവും ദുർബലമായ സമരം എന്ന് പറയുന്നത്, വ്യക്തി സത്യാഗ്രഹമാണ്. ഓക്കെ, നാലാമത്തെ ചോദ്യം. വ്യക്തി സത്യാഗ്രഹം ഏത് വർഷമുണ്ട്? 40. വ്യക്തി സത്യാഗ്രഹം 40 വ്യക്തി സത്യാഗ്രഹം 40. വ്യക്തി സത്യാഗ്രഹം 40. വ്യക്തി സത്യാഗ്രഹത്തിൽ അതുകൊണ്ടൊന്ന് പറഞ്ഞിട്ട് പോവാം. ആദ്യത്തെ വ്യക്തി ആരായിരുന്നു? ഗാന്ധിയുടെ വ്യക്തി സത്യാഗ്രഹത്തിൽ ആദ്യത്തെ വ്യക്തി ഗാന്ധിജിയാണ്? അല്ല, ആദ്യത്തെ വ്യക്തി ആചാര്യ വിനോബാ ഭാവെ. ആചാര്യ വിനോബാ ഭാവെയാണ് ആദ്യത്തെ വ്യക്തി. രണ്ടാമത്തെ വ്യക്തി ആരാ? രണ്ടാമത്തെ വ്യക്തി നെഹ്റു. രണ്ടാമത്തെ വ്യക്തി നെഹ്റു. ഓക്കെ, കേരളത്തിൽ നിന്ന് ഒരു വ്യക്തി ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് ഒരു ഭടൻ ഉണ്ടായിരുന്നു. വ്യക്തി സത്യാഗ്രഹത്തില് ഗാന്ധിജിയുടെ കേരളത്തിൽ നിന്നുള്ള ഭടനാണ് കെ കേളപ്പൻ. ഓക്കെ, അപ്പൊ ഗാന്ധിജിയുടെ ഏറ്റവും ദുർബലമായ സമരം ഏതെന്ന് കേട്ട് കഴിഞ്ഞാല് 1940 വ്യക്തി സത്യാഗ്രഹമാണ്. വ്യക്തി സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയുടെ ആദ്യ ഭടൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാല് ആചാര്യ വിനോബാ ഭാവെയാണ്. രണ്ടാമത്തെ ഭടൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാല് ജവഹർലാൽ നെഹ്റു ആണ്. കേരളത്തിൽ നിന്നുള്ള ഭടൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാല് കെ കേളപ്പനാണ്. ഓക്കെ, ഓർത്തിരിക്കുക. വളരെ ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ, സർവ വിദ്യാധിരാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഈസി ക്വസ്റ്റ്യൻ. ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളെയാണ് ഈ പേരിലൊക്കെ അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ. ഓക്കെ, കൊള്ളാം. അടുത്ത ചോദ്യം. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? പെട്ടെന്നായിക്കോട്ടെ. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഈസി ക്വസ്റ്റ്യൻ ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആരാ പിള്ളേരെ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓപ്ഷൻ സി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നിങ്ങൾ ഇന്ന് പരമാവധി മാർക്ക് സ്കോർ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇന്ന് ഞാൻ കട്ട് ഓഫ് ചിലപ്പോൾ 25 ആക്കും. കഴിഞ്ഞ തവണയൊക്കെ ഞാൻ പകുതിയാണ് എടുത്തത്, 25 ആക്കും. പരമാവധി മാർക്ക് സ്കോർ ചെയ്തെടുത്തോണം കേട്ടോ. ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാ. ശരി, രാജേന്ദ്ര പ്രസാദ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്ത ആരാ? ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് 3 ചോദ്യം കേട്ടോ. 3 ചോദ്യങ്ങൾ ഓർത്ത് വെച്ചോണം. നമ്മളിപ്പോ ഈ ഒരു ചോദ്യം, നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്. ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി. ഓക്കെ, ഇനി ആരായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ? താൽക്കാലിക അധ്യക്ഷൻ ആരാണ്ട? താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? സച്ചിദാനന്ദ സിൻഹ. ഓക്കെ, അടുത്ത അധ്യക്ഷൻ ആരായിരുന്നു കേട്ട് കഴിഞ്ഞാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ, ഇനി ഉപാധ്യക്ഷന്മാരുണ്ടായിരുന്നു. 2 ഉപാധ്യക്ഷന്മാർ. അതിൽ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാ? ആദ്യത്തെ ഉപാധ്യക്ഷൻ HC മുഖർജി. രണ്ടാമത്തത് TT അല്ല, VT കൃഷ്ണമാചാരി. ക്ലിയർ ആണല്ലോ? അപ്പൊ ഓർത്തോണേ ഈ ചോദ്യങ്ങളെ. ആദ്യമായി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ അഭിസംബോധന ചെയ്തത് JB കൃപലാനി. അറിഞ്ഞു മാത്രം എഴുതി പഠിക്കണം. ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി. താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹ. താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഉപാധ്യക്ഷന്മാർ ആരൊക്കെയെന്ന് കേട്ട് കഴിഞ്ഞാല് HC മുഖർജിയും VT കൃഷ്ണമാചാരിയുമായിരുന്നു ഉപാധ്യക്ഷന്മാർ. ഓക്കെ, ക്ലിയർ ആണ്? ഈ പോയിന്റുകൾ ഓർത്തിരിക്കുക കേട്ടോ. റിവിഷൻ ആയിട്ടാണ് ഇത്തിരി ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. ഓക്കെ, അടുത്ത്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി അംഗീകരിച്ചതെന്നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി അംഗീകരിച്ച തീയതി. ജനഗണമനയായാലും ശരി തന്നെ, വന്ദേ മാതരമായാലും ശരി തന്നെ, രണ്ടും ജനഗണമനയും വന്ദേ മാതരവും നമ്മുടെ ദേശീയ ഗാനമാണ്. ജനഗണമന അല്ലേ നമ്മുടെ ദേശീയ ഗാനം. ഇംഗ്ലീഷിൽ എന്ത് പറയൂടാ അതിനെ? ഇംഗ്ലീഷ് എന്ത് പറയും? ദേശീയ ഗാനത്തെ നമ്മൾ ഇംഗ്ലീഷ് എന്താ പറയുന്നത്? നാഷണൽ ആന്തം എന്ന് പറയും. നാഷണൽ ആന്തം എന്നാണ് പറയുന്നത്. ദേശീയ ഗാനം നാഷണൽ ആന്തം, ദേശീയ ഗീതം നാഷണൽ സോങ്. ഇതിൽ നാഷണൽ ആന്തമാണ് ജനഗണമന, അതായത് ദേശീയ ഗാനം. ദേശീയ ഗീതമാണ് ഏത്? വന്ദേ മാതരം. ഇതിൽ പ്രാധാന്യം കൂടുതൽ ജനഗണമനയ്ക്കാണ് അല്ലേ? നമുക്കിപ്പോ ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ, പ്രാധാന്യം കൂടുതൽ ജനഗണമനയ്ക്കാണെന്ന് പറഞ്ഞിട്ട്.
അല്ല. നമുക്കത് ചോദ്യം എന്താണ്ടാ, രണ്ടിനും ഒരേ പ്രാധാന്യം എന്നായിരുന്നു സ്റ്റേറ്റ്മെന്റ് വന്നത്. അതായിരുന്നു ആൻസർ. രണ്ടിനും ഒരേ പ്രാധാന്യമാണ്, രണ്ടും ഈക്വൽ ആണ്. ഈ രണ്ട് സാധനങ്ങളെയും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിച്ചത് ഒരേ തീയതിയിൽ തന്നെയാണ്. ആൻസർ ഓപ്ഷൻ സി, 1950 ജനുവരി 24 അല്ലെ? 1950 ജനുവരി 24, ഓപ്ഷൻ സി. 1950 ജനുവരി 24 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിച്ചു. അത് പ്രഖ്യാപിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇത് പ്രഖ്യാപിച്ചത്. നമ്മുടെ ദേശീയ ഗാനം ഇനി ജനഗണമനയും നമ്മുടെ ദേശീയ ഗീതം ഇനി വന്ദേ മാതരവുമാകുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ, ക്ലിയർ ആണ്, സെറ്റ് ആണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ചെയ്തോ. കേരളത്തിലെ നദികൾ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് ചോദ്യം. നദികൾ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കേരളത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. ശ്രീനാരായണ ഗുരു പ്രസിദ്ധമായ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ നദീതീരം പെരിയാർ. ആദ്യകാലങ്ങളിൽ ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി പമ്പ. ഓക്കെ, ഒന്ന് ഉത്തരം കണ്ടുപിടിച്ചേടാ. ശരിയായ പ്രസ്താവനയാണ്. അതായത് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ എന്ന പ്രസ്താവന നിങ്ങൾ പറയുന്നു തെറ്റെന്ന്. നിങ്ങളുടെ അശ്രദ്ധ എത്രത്തോളം എന്ന് കണ്ട. എടാ, ഞാൻ പറയില്ലേ, നിങ്ങൾക്ക് അറിയാവുന്ന സാധനത്തിൽ ഒന്ന് ചിന്തിക്കടാ. കേരളത്തിൽ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പിന്നെ പടിഞ്ഞാറോട്ടല്ല, ഇവിടെ തെക്കോട്ടാണ് എടുക്കുന്നേ. ഓരോരോ മണ്ടത്തരങ്ങൾ. അത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയില്ലേടേ. കേരളത്തിൽ ആകപ്പാടെ 44 നദികളാണ് കേരളത്തിലുള്ളത്. അതില് 3 മാത്രം കിഴക്കോട്ട് ഒഴുകുകയും ബാക്കിയുള്ള 41 പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. മഞ്ചേശ്വരം പുഴ കിഴക്കോട്ട് ഒഴുകുന്ന നദി അല്ലല്ലോ. ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴ പടിഞ്ഞാറോട്ടാണല്ലോ ഒഴുകുന്നത്. അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ക്ലിയർ ആണ്. ശ്രീനാരായണ ഗുരു പ്രസിദ്ധമായ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ നദീതീരം പെരിയാറാണോ? അല്ല, അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ തിരുവനന്തപുരത്തുള്ള ഏത് നദിയിലാണ്ടാ? നെയ്യാർ നദീതീരത്താണ് അല്ലെ? നെയ്യാർ നദീതീരത്തിലാണ്. നെയ്യാറാണ് അല്ലെ? നെയ്യാറാണ് ആൻസർ. നെയ്യാർ. ഓക്കെ. ആദ്യകാലങ്ങളിൽ ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി പമ്പയല്ലേ? ആദ്യകാലങ്ങളിൽ ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ്ടാ? പമ്പയാണ്. പമ്പ. ഓക്കെ, അപ്പൊ 1ഉം 3ഉം ശരി. ആൻസർ ഓപ്ഷൻ എ. ഓക്കെ. അടുത്ത്, വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ നേതാവാരാണ്? വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളില് നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ നേതാവാരാണ്? ആരാണ്ടാ? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് അല്ലെ? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ഇദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്ന പേര് അതിർത്തി ഗാന്ധി എന്നാണ് അല്ലെ പിള്ളേരെ? അതിർത്തി ഗാന്ധി. ഈ നിയമലംഘന പ്രസ്ഥാനത്തിന് എന്തുകൊണ്ടാണ് അദ്ദേഹം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് കേട്ട് കഴിഞ്ഞാല്, ഗാന്ധിജി തുടക്കം കൊടുത്തൊരു സംഭവമാണ് നിയമലംഘന പ്രസ്ഥാനം അല്ലടാ. ഗാന്ധിജി തുടക്കം കൊടുത്തൊരു സംഭവമാണ് നിയമലംഘന പ്രസ്ഥാനം. ആ ഒരു കാര്യത്തിന് നമ്മുടെ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയുടെ ഭാഗങ്ങളിൽ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? അതിർത്തി ഗാന്ധി എന്ന് വിളിക്കുന്നു അല്ലെ? അതിർത്തി ഗാന്ധി എന്ന് വിളിക്കുന്നു. അപ്പൊ ഇദ്ദേഹമാണ് അതിർത്തി ഗാന്ധി. ഓക്കെ, സെറ്റാണേ. സെറ്റാണ്. ഓക്കെ. ഇനി ഇദ്ദേഹത്തിന്റെ പ്രത്യേകത ഉണ്ട്. എന്താണ്? ഇദ്ദേഹത്തിന് 1987 എന്ത് കിട്ടി? 1987 എന്ത് കിട്ടിയടാ പിള്ളേരെ? ഇദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചു. ഭാരതരത്ന ലഭിക്കുന്ന ആദ്യ വിദേശി അല്ലേ? ഭാരതരത്ന ലഭിക്കുന്ന ആദ്യ വിദേശിയാണ് ഇദ്ദേഹം. ഭാരതരത്ന ലഭിക്കുന്ന ആദ്യത്തെ വിദേശിയാണ് ഇദ്ദേഹം. ഓക്കെ. ഇദ്ദേഹം മരിച്ച വർഷം റീസെന്റ് ആയിട്ട് ചോദിച്ചില്ല, ഏത് വർഷമാണ് അന്തരിച്ചതെന്ന് ചോദിച്ചു. ഏത് വർഷമാണ് അന്തരിച്ചത്? ഇദ്ദേഹം അന്തരിച്ചത് 1988. 1988 അന്തരിച്ചത്. ഓക്കെ. ക്ലിയർ ആണ്. ശരി, അപ്പൊ ഓർത്ത് വെച്ചോണേ. അതിർത്തി ഗാന്ധി വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയില് നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി. 1987 ഭാരതരത്ന ലഭിക്കുന്ന ആദ്യത്തെ വിദേശിയായി മാറി. വിദേശി എന്ന് പറയുമ്പോൾ ഏത് രാജ്യക്കാരനാ? ഇദ്ദേഹത്തിന്റെ നാഷണാലിറ്റി ഏതാ? ഇദ്ദേഹം പാകിസ്ഥാനാണ് അല്ലെ? പാകിസ്ഥാനാണ്. ഓക്കെ. 1982 ഇദ്ദേഹം അന്തരിച്ചു. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, കേരളവർമ്മ പഴശ്ശിരാജയെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് സഹായിച്ച പ്രധാന ആദിവാസി വിഭാഗം ഏതാണ്? കേരളവർമ്മ പഴശ്ശിരാജയെ ബ്രിട്ടീഷ് വിരുദ്ധ
ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് സഹായിച്ച പ്രധാന ആദിവാസി വിഭാഗമാണ് കുറിച്യർ. ആരാണ് പിള്ളേരെ? കുറിച്യർ. കുറിച്യറാണേ. ഓക്കെ, ഒരു കുറിച്യ നേതാവിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഒരു കുറിച്യ നേതാവിനെ കുറിച്ച്, അതായത് നമ്മുടെ പഴശ്ശിരാജയെ സഹായിച്ച ഒരു കുറിച്യ നേതാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ആരാണ് ആ കുറിച്യ നേതാവ്? ആ കുറിച്യ നേതാവാണ് തലക്കൽ ചന്തു കേട്ടോ. തലക്കൽ ചന്തു ആണ് ആ കുറിച്യ നേതാവ് കേട്ടാ. പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യ നേതാവിന്റെ പേരാണ് തലക്കൽ ചന്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗാനത്തിലെ ദ്രാവിഡ ഉത്കല ബംഗ എന്ന വരിയിലെ ഉത്കല എന്നത് ഇന്നത്തെ ഏത് സംസ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഇവിടെ ഉത്കല എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഒഡീഷയാണ് കേട്ടോ. ഒഡീഷ. നമ്മളിത് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഉത്കൽ സമതലം എന്നറിയപ്പെടുന്നത് ഒഡീഷയാണ് അല്ലെ. ഉത്കൽ സമതലം എന്നറിയപ്പെടുന്നത് ഒഡീഷയാണ്. ഇതിലെ ദ്രാവിഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്രാവിഡ എന്താണ്? ദ്രാവിഡ എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യ. നമ്മളാണ് ദ്രാവിഡർ കേട്ടോ. ദക്ഷിണേന്ത്യ നമ്മളാണ് ദ്രാവിഡർ. ദക്ഷിണേന്ത്യക്കാരെയാണ് നമ്മൾ ദ്രാവിഡർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം, അതിലെ വരികൾ നമുക്കറിയാം. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, ബംഗ. അങ്ങനെയല്ലേ? പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, ബംഗ എന്നാണ്. അതിൽ പഞ്ചാബ് എന്ന് ഉദ്ദേശിക്കുന്നത് പഞ്ചാബിനെയാണ്. പഞ്ചാബ്, സിന്ധ് എന്ന് ഉദ്ദേശിക്കുന്നത് സിന്ധു നദിയാണ്. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ. സിന്ധ് എന്ന് ഉദ്ദേശിക്കുന്നത് സിന്ധു നദീനെയാണോ? അല്ല. പിന്നെ ഏതിനെയാണ്? പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധ് എന്ന പ്രദേശത്തെയാണ്. സൂചിപ്പിക്കുന്നത്. നമുക്ക് ചോദ്യമുണ്ട്. ഇന്ത്യയുടെ ദേശീയ ഗാനത്തിൽ പരാമർശിക്കുന്നതും ഇന്ത്യയുടെ ദേശീയ ഗാനത്തിൽ പരാമർശിക്കുന്നതും എന്നാൽ ഇന്ത്യയുടെ ഭാഗമല്ലാത്തതുമായ പ്രദേശമാണ് സിന്ധ്. ഇന്ത്യയുടെ ദേശീയ ഗാനത്തിൽ പരാമർശിക്കുന്നതും ഇന്ത്യയുടെ ഭാഗമല്ലാത്തതുമായ പ്രദേശമാണ് സിന്ധ്. സിന്ധ് പാകിസ്ഥാനിലാണ്. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ. വാട്ട് ഈസ് മറാഠ? മറാഠ എന്താണ്? മറാഠ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാരാഷ്ട്രയാണ് കേട്ടോ. മഹാരാഷ്ട്രയാണ് മറാഠ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മറാഠ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയാണ്. ദ്രാവിഡ ഉത്കല ബംഗ. ബംഗ എന്താ? ദ്രാവിഡ ഉത്കല ബംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബംഗ്ലാദേശ് ആ ഒരു ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? ബംഗ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മളാണ് ദ്രാവിഡർ. ഓക്കെ, നമ്മളാണ് ദ്രാവിഡർ കേട്ടോ. ഓക്കെ, നമുക്ക് നല്ല പ്രൗഢിയുള്ള പേരല്ലേ ദ്രാവിഡർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത്, ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. ചോദിച്ചു മടുത്ത ചോദ്യമാണ് പിള്ളേരെ. ഇതൊക്കെ ഭയങ്കര ബേസിക് ചോദ്യങ്ങളാണ്. ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് 40 അടിക്കാൻ പറ്റുമെന്ന്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. ആരുടെ പുസ്തകമാ? വി പി മേനോൻ. വാപ്പാല പങ്കുണ്ണി മേനോൻ എന്ന വി പി മേനോന്റെ പുസ്തകമാണ് അല്ലെ. വാപ്പാല പങ്കുണ്ണി മേനോൻ എന്ന വി പി മേനോന്റെ പുസ്തകമാണ് ഏത്? ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന പുസ്തകം. വേറൊരു പുസ്തകം കൂടെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ, ഒന്ന് പറഞ്ഞേ. വി പി മേനോന്റെ വേറൊരു പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ദ സ്റ്റോറി ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് അല്ലേ. ദ സ്റ്റോറി ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഈ രണ്ട് പുസ്തകങ്ങൾ, ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, അതുപോലെ ദ സ്റ്റോറി ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. മറക്കണ്ട. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ആരുടെ കൃതി? വി പി മേനോന്റെ. ഈ രണ്ട് പുസ്തകങ്ങളും, ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. മുഴുവൻ പേരെങ്കിലും ദ സ്റ്റോറി ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, വി പി മേനോൻ. ഈ വി പി മേനോൻ എന്താണ്? ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട 2 ചോദ്യം കൂടെ ഓർത്ത് വെച്ചോണം. ഒന്ന്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പ്രവർത്തിച്ച മലയാളി. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഓക്കെ, അത് നമുക്കറിയാം. നാട്ടുരാജ്യങ്ങളുടെ സമ്മേളനം എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന ആൾക്കാര് ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേല്, പിന്നെ ഇദ്ദേഹം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സ് അല്ലേ. നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ ആരംഭിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്. അതിന്റെ തലവനായിരുന്ന വ്യക്തിയാണ് വി പി മേനോൻ. ഇദ്ദേഹം ഗവർണർ ആയിട്ടുണ്ട് എവിടെയെങ്കിലും?
പാപ്പാല പങ്കുണ്ണി മേനോൻ എന്ന പാലക്കാട് ഒറ്റപ്പാലംകാരനായ ഇദ്ദേഹം ഗവർണർ ആയിട്ടുണ്ട്. എവിടെയാണ് ഗവർണർ ആയത്? ഇദ്ദേഹം ഒഡീഷയില് ഗവർണർ ആയിട്ടുണ്ട്. അത് ആക്ടിംഗ് ഗവർണറാണ്. 1952 ഒഡീഷയില് എന്ത് ചെയ്തിട്ടുണ്ട്? ഗവർണർ ആയിട്ടുണ്ട് കേട്ടോ. 1952 ഒഡീഷയിൽ ഗവർണർ ആയിട്ടുണ്ട്. SCR 52 പക്ഷെ യഥാർത്ഥത്തിൽ 51 കേട്ടോ. നോർത്തോണം. SCR ഇപ്പോഴും 52 കിടക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും തന്നിരിക്കുന്നു. ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. ദുർഗാപൂർ വെസ്റ്റ് ബംഗാൾ ശരിയാണോ? ദുർഗാപൂർ വെസ്റ്റ് ബംഗാൾ ശരിയാണോ? ദുർഗാപൂർ വെസ്റ്റ് ബംഗാൾ ശരിയാണോ? ഒന്നാമത്തത് ശരിയാണേ. ഒന്നാമത് ശരിയാണ്. റൂർക്കേല ഒഡീഷ ശരിയാണോ? റൂർക്കേല ഒഡീഷ ശരിയാണ്. ഭിലായ് ഛത്തീസ്ഗഡ് ശരിയാണോ? ഭിലായ് ഛത്തീസ്ഗഡ് ശരിയാണ്. ബൊക്കാറോ ബീഹാർ ശരിയാണ്? അല്ല, ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വളരെ ജാർഖണ്ഡിലാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ എ 1, 2, 3. ഓക്കെ, ഇതിന്റെ ഒരു കോഡുണ്ട്, പല കോഡുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും കണക്ട് ആവുന്ന എൻ്റെ ഒരു കോഡ് ഇങ്ങനെയാണ്: BCR ROG DWB BJR. ഓക്കെ, ഇതെനിക്ക് കിട്ടും. നിങ്ങൾക്ക് കിട്ടൂല്ലെങ്കിൽ വേറെ കോഡ് ഉണ്ടെങ്കിൽ അത് നോക്കിക്കോളേണ്ടത്. BCR ROG DWB BJR എന്ന് പറയുന്ന ഒരു കോഡുണ്ട്. ഓക്കെ, BCR ഒന്ന് എഴുതി പഠിച്ചാൽ മതി. BCR ROG DWB BJR. ഓക്കെ, ഇതൊക്കെ ഓർത്തിരിക്കാൻ പറ്റൂടാ. ഇതൊക്കെ ഓർത്തിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഈ റിവിഷൻ ചെയ്ത് പോയാൽ മതി, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇപ്പൊ എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഒരു 200 വർഷത്തോളം എനിക്ക് 200 വർഷങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ എനിക്ക് പറ്റും. ഇപ്പോഴും ഒരു 200 വർഷങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ ഞാൻ ഇരുന്ന് പറയും ഇവിടെ ഇരുന്ന്. മനസ്സിലായ? ഇത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ എത്രത്തോളം റിവിഷൻ ചെയ്യോ അത്രത്തോളം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? റിവിഷൻ ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഇനി കോഡൊക്കെ വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഓർത്തിരിക്കുക. ഇതെന്റെ കോഡാണ്, ഞാൻ ഇത് വെച്ച് പറഞ്ഞുതരാം. BCR എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേടാ, BCRല് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ബി എന്ന് വെച്ചാൽ ഭിലായ് ഛത്തീസ്ഗഡ് റഷ്യ. ഭിലായ് ഛത്തീസ്ഗഡ് റഷ്യ, സഹായം നൽകിയ റഷ്യയാണ്. ROG എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റൂർക്കേല ഒഡീഷ ജർമ്മനി. റൂർക്കേല ഒഡീഷ ജർമ്മനി. DWB എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദുർഗാപൂര് വെസ്റ്റ് ബംഗാള് ബ്രിട്ടൻ. ദുർഗാപൂർ വെസ്റ്റ് ബംഗാള് ബ്രിട്ടൻ. BJR എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യ. ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യ. അപ്പൊ ഈ ഒരു കോഡ് ഓർത്തിരിക്കുക പിള്ളേരെ. BCR എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭിലായ് ഛത്തീസ്ഗഡ് റഷ്യ. ഭിലായ് ഛത്തീസ്ഗഡ് റഷ്യ. ROG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂർക്കേല ഒഡീഷ ജർമ്മനി. റൂർക്കേല ഒഡീഷ ജർമ്മനി. DWB എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദുർഗാപൂർ വെസ്റ്റ് ബംഗാള് ബ്രിട്ടൻ. അടുത്ത് BJR എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യ. മറക്കരുത്, ബൊക്കാറോയ്ക്ക് സഹായം നൽകിയതും അതുപോലെ തന്നെ ഭിലായിക്ക് സഹായം നൽകിയതും ആരാണ്ട? റഷ്യയാണ്. രണ്ടിനും സഹായം നൽകിയ റഷ്യയാണ്. റൂർക്കേലയ്ക്ക് സഹായം നൽകിയത് ജർമ്മനിയും ദുർഗാപൂരിന് സഹായം നൽകിയത് ബ്രിട്ടനുമാണ്. ഓക്കെ, ഇത് ഓർത്തോണം. ഈ സാധനം നിങ്ങൾക്ക് ചോദിക്കും. ഇത് ചോദിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ, വിട്ട് കളയരുതേ. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ. വേറെ കോഡ് ഉണ്ടെങ്കിൽ ആ കോഡ് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം ചെയ്തേ, 13ാമത്തെ ചോദ്യം. കേരളത്തിലെ അണക്കെട്ടുകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയല്ലാത്തവ കണ്ടെത്തുക. കണ്ടെത്തിയൊന്ന് കണ്ടെത്ത്. നേരത്തെ പോലെ വെപ്രാളം കാണിക്കണ്ട. ഞാൻ നിങ്ങൾക്ക് സമയം തരണം. നിങ്ങൾ ഒന്ന് ആലോചിച്ചൊന്ന് കമന്റ്. ഓക്കെ, കുഴപ്പമില്ല. സമയം എഴുതി ചെയ്തപ്പം ഉത്തരം കിട്ടുന്നുണ്ട്. നോക്കടാ, കേരളത്തിലെ അണക്കെട്ടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ. ഇങ്ങനത്തെ പരീക്ഷ എഴുതുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയത് അണ്ടർലൈൻ ചെയ്യുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇവിടെ ശരിയല്ലാത്തവയാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് ഡാമായ മാട്ടുപ്പെട്ടി ഇടുക്കി ജില്ലയിലാണ്. ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? ഒന്നാമത്തത് ശരിയാണ്. ഒന്നാമത്തത് ശരിയാണ്. ഓക്കെ, ഒന്നാമത് ശരിയാണ്. ഇനി അടുത്ത്
മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ പോഷക നദിയായ മുല്ലയാറിലാണ്. അല്ല, മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് മുല്ലയാറിലാണ്. പക്ഷെ ആരുടെ പോഷക നദിയുടേത്? മുല്ലയാർ ആരുടെ പോഷക നദിയാ? പെരിയാറിന്റെ പോഷക നദിയാണ് അല്ലെ? പെരിയാറിന്റെ പോഷക നദിയാണ് മുല്ലയാർ. പെരിയാറിന്റെ പോഷക നദിയാണ് മുല്ലയാർ. സോ അത് തെറ്റാണ്. അപ്പൊ രണ്ട് തെറ്റാണ്. അപ്പൊ നമുക്ക് രണ്ടുള്ള ഓപ്ഷൻ നോക്കിയാൽ മതി. രണ്ടുള്ള ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ നമുക്ക് രണ്ടുണ്ടെങ്കിൽ ഒന്ന് ശരിയായതുകൊണ്ട് ഇത് നമുക്ക് വെട്ടിക്കളയാം, ഇതും വെട്ടിക്കളയാം, ഇതും വെട്ടിക്കളയാം. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. മൂന്നാമത്തെ, കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ മലമ്പുഴ ഡാം പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലല്ലേ മലമ്പുഴ ഡാം? ശരിയാണ്. ഓക്കെ, അത് ഈസി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വലിയ കുഴപ്പമില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന. അടുത്തത് പിടി, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. കേരളത്തിലെ ഏത് നവോത്ഥാന നായകന്റെ കാഴ്ചപ്പാടുകളാണ് ഇത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഓക്കെ, വിദ്യാഭ്യാസം, ഇദ്ദേഹം വിദ്യാഭ്യാസത്തിനുള്ള, സ്ത്രീ വിദ്യാഭ്യാസത്തിനും പാശ്ചാത്യ വിദ്യാഭ്യാസത്തിനൊക്കെ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. എങ്കിൽ പറഞ്ഞേ, വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമിയാണ് കേട്ടാ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത്, വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞു, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. ഇത് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാവുന്നു. വീരേശലിംഗം പന്തലു. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാകുന്നു എന്ന് പറഞ്ഞത് വീരേശലിംഗം പന്തലു. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാകുന്നു, വീരേശലിംഗം പന്തലു. ഇന്ത്യൻ ജനതയ്ക്ക് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുകയാണെങ്കിൽ, ഇന്ത്യൻ ജനതയ്ക്ക് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുകയാണെങ്കിൽ അവർ ഏവരുടെയും ആദരവിന് പാത്രമാകും. രാജാ റാം മോഹൻ റോയ്. ഇന്ത്യൻ ജനതയ്ക്ക് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുകയാണെങ്കിൽ അവർ ഏവരുടെയും ആദരവിന് പാത്രമാകും. രാജാ റാം മോഹൻ റോയുടെ വാക്കുകളാണ്. സെറ്റല്ലേ? ആണ്, സെറ്റാണ്. ഓക്കെ. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം ലഭിക്കുകയാണെങ്കിൽ തങ്ങൾക്കെതിരായ ചൂഷണങ്ങളെയും അതിക്രമങ്ങളെയും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കും. ഇത് പറഞ്ഞത് ആരാണ്? കേശവ് ചന്ദ്രസേൻ പറഞ്ഞതാണ്. കേശവ് ചന്ദ്രസേൻ. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞതെല്ലാം റിപ്പീറ്റ് അടിക്കുകയാണ്. എഴുതാനുണ്ടെങ്കിൽ എഴുതിക്കോ. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞ കേരളത്തിലെ നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ക്ലിയർ ആണ്? അതുപോലെ വിദ്യയും വിത്തവും ഉണ്ടെങ്കിൽ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിൽ മനുഷ്യ പുരോഗതി സാധ്യമാകുമെന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക പറഞ്ഞത് ആരുടെ? ഗുരു, ശ്രീനാരായണ ഗുരു. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാകുന്നു, വീരേശലിംഗം പന്തലു. ഇന്ത്യൻ ജനതയ്ക്ക് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുകയാണെങ്കിൽ അവർ ഏവരുടെയും ആദരവിന് പാത്രമാകുമെന്ന് പറഞ്ഞത്, ഇന്ത്യൻ ജനതയ്ക്ക് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുകയാണെങ്കിൽ അവർ ഏവരുടെയും ആദരവിന് പാത്രമാകും, രാജാ റാം മോഹൻ റോയ്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം ലഭിക്കുകയാണെങ്കിൽ തങ്ങൾക്കെതിരായ ചൂഷണങ്ങളും അതിക്രമങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് നേരിടുമെന്ന് പറഞ്ഞത് കേശവചന്ദ്ര സെൻ. തെറ്റാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയിലെ ക്ലാസ് മുറികളിലാണ്. ഇന്ത്യയിലെ പറഞ്ഞത് കോത്താരി, DS കോത്താരി. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയിലെ ക്ലാസ് മുറികളിലാണെന്ന് പറഞ്ഞത് DS കോത്താരി. പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എഴുതി തന്നെ പഠിക്കണം, ചോദിക്കും. ഞാൻ പറഞ്ഞ എല്ലാം SCRT ഉള്ളതാ പറഞ്ഞത് കേട്ടാ.
2024 ദേശീയ സമ്മതിദായ ദിനത്തിന്റെ പ്രമേയം എന്താണ്? പെട്ടെന്ന് ചെയ്തോ. അറിയാമെങ്കിൽ ചെയ്തോ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോ. 2024 ദേശീയ സമ്മതിദായ ദിനത്തിന്റെ പ്രമേയം എന്ന് പറഞ്ഞാൽ, വോട്ട് ചെയ്യുന്നിടത്തോളം മഹത്തരം മറ്റൊന്നുമില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും. കേട്ടാ, വോട്ട് ചെയ്യാതിരിക്കുന്നത് മണ്ടത്തരമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇനിയിപ്പോ ഈ വർഷം ഏത് ഇലക്ഷൻ ഉണ്ടാ? ഈ വർഷം പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ട്. നിങ്ങൾ വോട്ട് ചെയ്യണം കേട്ടോ, വോട്ട് ചെയ്യാതിരിക്കരുത് കേട്ടാ. പക്ഷെ പഞ്ചായത്ത് ഇലക്ഷൻ നോട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. സമ്മതിദായക ദിനം ഏതാ ഒന്ന് പറഞ്ഞേ. സമ്മതിദായക ദിനം ആർക്ക് പറയാം? ദേശീയ സമ്മതിദായക ദിനം, നാഷണൽ വോട്ടേഴ്സ് ഡേ. നാഷണൽ വോട്ടേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ മാത്രമല്ല, നാഷണൽ ടൂറിസം ഡേയും ജനുവരി 25 കേട്ടാ. ദേശീയ വിനോദസഞ്ചാര ദിനവും ദേശീയ സമ്മതിദായക ദിനവും ജനുവരി 25. ദേശീയ ടൂറിസം ദിനവും ദേശീയ വോട്ടേഴ്സ് ദിനവും. ഓക്കെ, ഓർത്തിരിക്കുക. നവോത്ഥാന നായകർ സംഘടനകൾ ശരിയായ ജോഡി കണ്ടുപിടിക്കുക. ഒന്ന് കണ്ടുപിടി. നവോത്ഥാന നായകരും സംഘടനകളും ശരിയായ ജോഡി കണ്ടുപിടിച്ച് കമന്റ് സമയമെടുത്ത് ചെയ്താൽ മതി. ഓക്കെ പിള്ളേരെ, ഒന്നാമത്തത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളുടെ സംഘടന ഏതാണ്? സമത്വ സമാജമാണ്. അതായത് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വരും. A2 വരുവേ. A2 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? 2 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ബാക്കിയുള്ള വെട്ടികളെ സിയും ഡിയും വെട്ടികളെ. ഓക്കെ. അടുത്ത് രണ്ടാമത്തത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു എന്ന് പറയുമ്പോൾ ഏതാ? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അതായത് ബി എന്ന് പറഞ്ഞാൽ 4 വരും. ബി എന്ന് പറഞ്ഞാല് 4 വരും അല്ലെ? ബി എന്ന് പറഞ്ഞാൽ 4 വരും. ബി എന്ന് പറഞ്ഞാൽ 4 വരും. ഓക്കെ. അപ്പൊ A2 B4 വരുന്ന ഓപ്ഷൻ താടപ്പുണ്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ. കേട്ടാ. ഓക്കെ. ഇനി അടുത്ത മൂന്നാമത് കിടക്കുന്ന വ്യക്തി അയ്യങ്കാളി. അയ്യങ്കാളി നമുക്കറിയാം സാധുജന പരിപാലന സംഘം അല്ലെ? സാധുജന പരിപാലന സംഘമാണ് അയ്യങ്കാളി. അതുപോലെ നാലാമത്തെ ആള് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അദ്ദേഹം സ്ഥാപിച്ചതാണ് കേരള മുസ്ലിം ഐക്യ സംഘം. ഓക്കെ. അദ്ദേഹം സ്ഥാപിച്ച ഈ മുസ്ലിം ഐക്യസംഘം മാത്രമല്ല, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചതും ആരാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചതും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇദ്ദേഹം SNDPയുടെ മാതൃകയിൽ ആരംഭിച്ച ഒരു സംഘടനയുണ്ട്, മൗലവി മുസ്ലിം ധർമ്മ സംഘം അല്ലേ? മുസ്ലിം ധർമ്മ സംഘം ഓർത്തിരുന്നോണം കേട്ടാ. അടുത്ത ചോദ്യം, ഏത് ദേശീയ കമ്മീഷന്റെ അധ്യക്ഷനായാണ് കിഷോർ മഖ്വാന 2024 മാർച്ചിൽ നിയമിതനായത്? കിഷോർ മഖ്വാന. പിള്ളേരെ, കിഷോർ മഖ്വാന ഏതാണ്ട്? കിഷോർ മഖ്വാന ഓപ്ഷൻ ഡി പട്ടികജാതി കമ്മീഷൻ അല്ലേ? പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷനാണ് കിഷോർ മഖ്വാന കേട്ടാ. ഓക്കെ. കിഷോർ മഖ്വാന ഓപ്ഷൻ ഡി. കിഷോർ മഖ്വാന ഓർത്തോണേ, പഠിച്ചോണേ. ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാമേ. ഓക്കെ. അടുത്ത 3 മുതൽ 6 വരെ വയസ്സുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം അംഗനവാടികളിലൂടെ നടപ്പിലാക്കുന്ന പാഠ്യപദ്ധതി. 3 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം അംഗനവാടികളിലൂടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? പിള്ളേരെ, ആധാർ ശില. ആൻസർ ഓപ്ഷൻ എ, ആധാർ ശില. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം. ഓക്കെ. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ മന്ത്രി പറഞ്ഞേ, ഒന്ന് ഓർത്തിട്ട് പറഞ്ഞേ. വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ മന്ത്രി അന്നപൂർണ ദേവി അല്ലേ? അന്നപൂർണ ദേവി. ഇതൊക്കെ എന്ത് പേരല്ല, നല്ല രസമുള്ള പേരില്ല. അന്നപൂർണ ദേവി. കണ്ടാ? നിങ്ങൾ കണ്ട അർച്ചന, വിഷ്ണു, കമന്റ് ബാക്കിയുള്ള സംഗീത, കീർത്തന, ഇതൊക്കെ എന്തൊരു പേരുടെ. പ്രിയങ്കയ്ക്ക് പിന്നെ ഒരു ചോദ്യം കിടപ്പുണ്ട്, പാവല്. അത് കാണുമ്പോഴെങ്കിലും അത് കണ്ടിട്ടെങ്കിലും ആശ്വസിക്കാം. ഓക്കെ. ഈ പേര് കൊള്ളാം, കീർത്തി മോഹൻദാസ്. അതൊരു എടുപ്പുള്ള പേരാണ്. ശരി, നോക്കാം. ചന്ദ്രയാൻ 3 കൃഷ്ണ എന്ന് കമന്റ് ഇട്ട് എന്തിനാ മനസ്സിലായി? വലിയ ഗുമ്മില്ല പേരിന്. ഓക്കെ. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതെന്ന് കണ്ടുപിടി. സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ കുറെ ദിവസം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് 2023 ഓഗസ്റ്റ് 23-നാണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ, ഓഗസ്റ്റ് 23. അതുകൊണ്ട് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നു വളരെ ബഹിരാകാശ ദിനമായിട്ട്, LD ഒക്കെ ചോദിച്ചതാ, ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണ്. ചോദിച്ചാൽ കിട്ടുകയും ചെയ്യും. പെപ്പറാൻ കാണി തെറ്റിക്കായിരുന്നാൽ മതി. അടുത്ത, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തിയേ. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളുള്ളത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലാണ് അല്ലേ? ശരിയാണല്ലേ. ഇരവികുളം ദേശീയോദ്യാനം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ്. തെറ്റാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലുള്ളത് ഏതാ പിള്ളരെ? അത് സൈലന്റ് വാലിയാണ്. ഇരവികുളം ഇടുക്കിയിലാണ്. ഇടുക്കിയില് ഏത് താലൂക്കിലാ ഇരവികുളം? ഇടുക്കി ജില്ലയിലെ ഏത് താലൂക്കിലാ? ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്ക്. ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിലാണ് ഇരവികുളം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ആനമുടിച്ചോല. ശരിയോ തെറ്റോ? ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ്. പാമ്പാടും ചോലയാണ് ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. പാമ്പാടും ചോലയാണ്. ഓക്കെ, അപ്പൊ തെറ്റ്. നമുക്ക് വേണ്ട തെറ്റായ പ്രസ്താവനയാണ്. തെറ്റായ പ്രസ്താവന എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ്. 2, 3 തെറ്റ്. ഓക്കെ, അടുത്ത പിടി. തന്നിരിക്കുന്ന കാർഷിക വിളകളിൽ ഖാരിഫ് വിളകൾ ഏതല്ല? ഖാരിഫ് വിളകൾ പെട്ടെന്ന് കണ്ടുപോയിടാം. ഖാരിഫ് വിളകൾ നോക്കാം. ചോളം ഒരു ഖാരിഫ് വിളയാണല്ലേ? ചോളം ഒരു ഖാരിഫ് വിളയാണോ? ചോളം ഒരു ഖാരിഫ് വിളയാണ്. ഓക്കെ, പരുത്തി ഒരു ഖാരിഫ് വിളയാണോ? പരുത്തി ഒരു ഖാരിഫ് വിളയാണ്. പുകയില ഒരു ഖാരിഫ് വിളയാണോ? പുകയില അല്ല. കടുക് ഒരു ഖാരിഫ് വിളയാണ്. കടുക് ഖാരിഫ് വിളയല്ല. ഓക്കെ, ചണം ഖാരിഫ് വിളയാണ്. ചണം ഖാരിഫാണ്. ഓക്കെ, അതായത് ഓപ്ഷൻ സി ആണ്. 1, 2, 5. ഓക്കെ, ഖാരിഫിന്റെ കോഡ് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അറിഞ്ഞു, അതിൽ ഇപ്പൊ തന്നെ എഴുതി പഠിച്ചു. കുറെ തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പനിച്ച എനക്ക് ചോറും ബജിയും അവിടെ നമ്മൾ ജോൺസെ എന്ന് കൂടെ ചേർത്ത് കഴിഞ്ഞാല് ഒരു സംഭവം കിട്ടും, മാസം കൂടെ കിട്ടും. ജോൺസെ ഇങ്ങനെയാണ് കേട്ടാ. പനിച്ച എനക്ക് ചോറും ബജിയും ജോൺസെ കേട്ടാ. പനിച്ച എനക്ക് ചോറും ബജിയും ജോൺസെ, അങ്ങനെ പറഞ്ഞ് പഠിച്ചാൽ മതി. ഖാരിഫിന്റെ കോഡാണ്. പനിച്ച എനക്ക് ചോറും ബജിയും ജോൺസെ. പനിച്ച എനക്ക് ചോറും ബജിയും ജോൺസെ എന്ന് ഓർത്തിരിക്കുക. പനിച്ചയിൽ എന്ന് വെച്ചാൽ എന്താടാ? എന്താ എന്ന് പറഞ്ഞാൽ പരുത്തി. പരുത്തി. നീ എന്താ? നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലക്കടല. നീ എന്ന് വെച്ചാൽ നിലക്കടല. ച എന്ന് വെച്ചാൽ എന്താണ്? ച എന്ന് പറഞ്ഞാൽ ചണം. ഓക്കെ, എനക്ക് എനക്ക് എള്ള് എന്ന് പറഞ്ഞാൽ എള്ള്. നേ എന്താ? നേ എന്ന് പറഞ്ഞാൽ നെല്ല്. ക്ക് എന്ന് പറഞ്ഞ കടുക് ഇപ്പൊ വാങ്ങും. കരിമ്പ്. ഓക്കെ, ചോ എന്താ? ചോ ഓളത്തിൽ പറഞ്ഞതാ. ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോളം. റാ എന്ന് പറഞ്ഞാൽ എന്താണ്? റാ എന്ന് പറഞ്ഞാൽ റാഗി. അടുത്ത് ബജ്ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ബജ്ജി, ചോറും ബജിയും ബജി എന്ന് പറഞ്ഞാൽ ബജ്റ. എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ന് പറഞ്ഞാൽ തിനവിളകൾ. ഓക്കെ, ഈ ജോൺസെ എന്താണ്? ജോൺസെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജൂണില് വിളവിറക്കും, സെപ്റ്റംബറില് വിളവെടുക്കും കേട്ടോ. അതാണ് ജോൺസെ. ഈ കോഡ് ഓർത്ത് വെച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്. ഖാരിഫ് വിളകളുടെ കോഡാണ്. പനിച്ച എനക്ക് ചോറും ബജിയും ജോൺസെ.
പനിച്ച എനക്ക് ചോറും ബജിയും താ ജോൺസേ. ഓക്കെ, കിട്ടി. അതായത് ഇത്രയും സാധനം കിട്ടി. ഇനി മറ്റൊന്നും പറഞ്ഞുതരാം, റാബി കൂടെ പറഞ്ഞുതരാം. ഇതൊക്കെ ഞാൻ കുറെ തന്നെ പറഞ്ഞിട്ടുള്ളതാ. റാബി വിളകളുടേത് ഗോപു ബാലിക. ഗോപു ബാലിക നമ്മൾ റിവിഷൻ ചെയ്യുമ്പോഴാണല്ലോ വീണ്ടും വീണ്ടും ഓർത്തിരിക്കുന്നത്. ഗോപു ബാലിക, ഗോപു ബാലികയാണ് റാബി. ഗോപുല് ഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താടാ? ഗോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഗോതമ്പ്, ഗോതമ്പ്. പുകയില, പൂവെന്ന് പറഞ്ഞാൽ പുകയില, പൂവെന്ന് പറഞ്ഞാൽ പുകയില. ബാ 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 എന്ന് പറഞ്ഞാൽ ബാർലി, ബാർലി, ബാർലി. ലീ എന്ന് പറഞ്ഞാൽ എന്താ? ലീ ലീ എന്ന് പറഞ്ഞാൽ എന്താ? ലിൻസീഡ്, ലിൻസീഡ്, ലിൻസീഡ്. ലീ എന്ന് പറഞ്ഞാൽ ലിൻസീഡ്. കാ എന്ന് വെച്ചാൽ എന്താ? കാ. ഈ കാ എന്ന് പറഞ്ഞാൽ കടുകാണേ. ഈ കാ എന്ന് പറഞ്ഞാൽ കടുകാണേ. കടുക്, കടുകാണ്. കാ എന്ന് വെച്ചാൽ കടുകാണ്. ഓക്കെ, അപ്പം പനിച്ച എനക്ക് ചോറും ബജിയും താ ജോൺസേ. പനിച്ച എനക്ക് ചോറും ബജിയും താ ജോൺസേ എന്ന് പറഞ്ഞാൽ കാരിഫിന്റെ കോഡ്. ഗോപു ബാലിക എന്ന് പറഞ്ഞാൽ റാബിയുടെ കോഡ്. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. പഠിച്ചോണേ, റിവിഷൻ ചെയ്തോണേ. ഇവയിൽ അത്യുൽപാദന ശേഷിയുള്ള തക്കാളി ഇനങ്ങൾ ഏതെല്ലാം? അത്യുൽപാദന ശേഷിയുള്ള തക്കാളി ഇനങ്ങൾ മുക്തി, അനഘ അല്ലെ? മുക്തി, അനഘ, പിന്നെ ഉണ്ട് അക്ഷയ ഉണ്ട്. ഇതൊക്കെയാണ് തക്കാളി അല്ലെ? മുക്തി, അനഘ, അക്ഷയ. മുക്തി, അനഘ, അക്ഷയ, ഇതൊക്കെയാണ് തക്കാളി. തക്കാളി. ഓക്കെ, അടുത്ത ചോദ്യം പെട്ടെന്ന് ചെയ്തോ. ഉത്തരമഹാസമുദ്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. പരിശോധിച്ചിട്ട് കണ്ടുപിടിച്ചേ. ഓപ്ഷൻ വെച്ച് കണ്ടുപിടിച്ചേ. ഓക്കെ, ചോദ്യം ഇതാണ്. ഉത്തരമഹാസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവന പരിശോധിക്കുക. ഹിമാലയത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന നദികളുടെ അനേകായിരം വർഷങ്ങളായി തുടർന്നു വരുന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായി രൂപം കൊണ്ട അതിവിശാലമായ സമതലം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ ചേർന്നിട്ടാണ് ഉത്തരമഹാസമതലം ഉണ്ടാക്കുന്നത് പഠിച്ചിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പക്ക ശരി. ശരി, ഫോൺ സ്വിച്ച് ഓഫ് ആയാ? ഓഫ് ആയെങ്ങനെ മെസ്സേജ് ഉണ്ടത്? ഓക്കെ, ലെഫ്റ്റ് ആയിക്കോ. അടുത്ത്, വളരെയധികം ഫലപുഷ്ടമായ എക്കൽ മണ്ണാണ് ഈ സമതലത്തിന്റെ പ്രത്യേകത. അത് നമുക്കറിയാം അല്ലെ? എക്കൽ മണ്ണാണുള്ളത്, അത് നമുക്കറിയാം. കാർഷിക മേഖലയുടെ നട്ടെല്ലാണ് ഈ പ്രദേശം. അതിനാൽ ഈ സമതലത്തെ ഇന്ത്യയുടെ ധാന്യപുര എന്നും വിളിക്കുന്നു. അതും ശരിയാണല്ലടാ. അപ്പൊ ഒന്നും നോക്കാനില്ല വളരെ. 1, 2, 3 ശരി. ഓപ്ഷൻ ബി 1, 2, 3. അയ്യോ, ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ എ 1, 2, 3. ഓപ്ഷൻ എ ആൻസർ കേട്ടാ. 1, 2, 3 ശരി. ഓക്കെ, അടുത്ത ചോദ്യം. പർവ്വത നിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക മലയിടുക്കുകൾ അറിയപ്പെടുന്നത് എങ്ങനെ? പർവ്വത നിരകൾ മുറിച്ചു കിടക്കാൻ സഹായകമായ സ്വാഭാവിക മലയിടുക്കുകൾ അറിയപ്പെടുന്ന പേര് പിള്ളേരെ ചുരങ്ങൾ എന്നാണ് കേട്ടോ. ചുരങ്ങൾ. മറക്കൽ, ഇതൊക്കെ എസ് ഉള്ളതാണ്, ചോദിക്കും കേട്ടോ. ചുരങ്ങളാണ്, ചുരങ്ങൾ. പഠിച്ചു വെച്ചോ. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഓപ്ഷൻ ബി ആണ് റഷ്യ. റഷ്യയിൽ എവിടെയാ? റഷ്യയിൽ എവിടെയാ? റഷ്യയിലെ കസാൻ അല്ലേ? റഷ്യയിലെ കസാൻ ആണ് വേദി. റഷ്യയിലെ കസാൻ. ഓപ്ഷൻ ബി റഷ്യ. റഷ്യ. ഓക്കെ, 2025 25ന്റെ വേദിയോ? ബ്രിക്സ് 2025. ബ്രിക്സ് 2025 എവിടെയാണ്? 2025 ബ്രിക്സിന്റെ വേദി. ബ്രസീൽ. കമ്പാനിയൻ മോഡ്. ബ്രസീൽ കേട്ടോ. 2025 ബ്രസീലാണ്. ബ്രസീൽ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത, ബിഫോർ മെമ്മറി ഫെയ്ഡഡ് എന്നത് ആരുടെ ആത്മകഥയാണ്? ബിഫോർ മെമ്മറി ഫെയ്ഡഡ് എന്നത് ആരുടെ ആത്മകഥയാണ്? ബിഫോർ മെമ്മറി ഫെയ്ഡഡ് എന്നത് ഫാലിയസ് നരിമാന്റെ ആത്മകഥയാണ്. നിങ്ങൾ കറണ്ട് അഫയേഴ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അത്. ഓക്കെ, ക്ലിയർ ആണ്. കേരളത്തിലെ നിലവിലെ ജലവിഭവ വകുപ്പ് മന്ത്രി ആര്? ജലവിഭവ വകുപ്പ് മന്ത്രി. ജലവിഭവം, ജലം. ഓഗസ്റ്റ് മാസം ഫുള്ള് ജലമാണ്. വെള്ളപ്പൊക്കമൊക്കെ ഓഗസ്റ്റ് മാസമാണ്. റോഷി അഗസ്റ്റിൻ. ഓപ്ഷൻ എ. ഓഗസ്റ്റിൽ ഭയങ്കര വെള്ളം നടത്താൻ, മഴ പെയ്ത് വെള്ളപ്പൊക്കം കൊണ്ടാണ് ഓഗസ്റ്റ് നടത്തുന്നത്. റോഷി അഗസ്റ്റിൻ കിട്ടും. നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ ആര്? നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ സുമൻ ബെറിയാണ്. നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ സുമൻ ബെറിയും. നീതി ആയോഗിന്റെ സിഇഒ ആരാണ്?
അപ്പോൾ സിഇഒ ആവുമ്പോൾ 3 അക്ഷരം അല്ലേ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ BVR സുബ്രഹ്മണ്യം. സിഇഒ BVR, അതുപോലെ ഉപാധ്യക്ഷൻ അല്ലെങ്കിൽ വൈസ് ചെയർമാൻ സുമൻ ബെറി. പറടാ ചെയർമാൻ മോദിജി. ഓക്കെ. സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാ? സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല കാസർഗോഡാണ് സപ്തഭാഷ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല. കേരളത്തിലെ ആഫ്രിക്ക എന്നറിയപ്പെടുന്ന ജില്ല ഏതാ? കേരളത്തിലെ ആഫ്രിക്ക എന്നറിയപ്പെടുന്ന ജില്ല വയനാടാണ്. കരിമ്പനകളുടെ നാട് ഏതാണ്? കരിമ്പനകളുടെ നാടെന്നറിയപ്പെടുന്നത് പാലക്കാടാണ്. കരിമ്പനകളുടെ നാടെന്നറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെ ഞാൻ കുറച്ച് ചോദിക്കട്ടെ, പറയോ നിങ്ങള്? ഓക്കെ. എന്താ പറയാ? ശില്പനഗരം ഏതാ? ശില്പനഗരം ട്രിവാൻഡ്രം. ഇപ്പൊ കിട്ടും. ശില്പനഗരം ട്രിവാൻഡ്രം. ശില്പനഗരം കോഴിക്കോടാണ്. കോഴിക്കോട്. പ്രതിമകളുടെ നഗരമാണ് ട്രിവാൻഡ്രം. ശില്പനഗരം കോഴിക്കോട്, പ്രതിമകളുടെ നഗരം ട്രിവാൻഡ്രം. ശില്പനഗരം കോഴിക്കോട്, പ്രതിമകളുടെ നഗരം ട്രിവാൻഡ്രം. ചുമർ ചിത്ര നഗരം ഏതാ? ആലപ്പുഴ. ചുമർ ചിത്ര നഗരം കോട്ടയമാണ്. ഓക്കെ. 3 മാറരുത്. ശില്പനഗരം കോഴിക്കോട്, പ്രതിമകളുടെ നഗരം തിരുവനന്തപുരം, ചുമർ ചിത്ര നഗരം കോട്ടയം. ഓക്കെ. അടുത്ത 3L കോട്ടയം. ലേക്ക് ലെറ്റർ ലാറ്റക്സ്. 3L കോട്ടയം. അറബിക്കടലിന്റെ രാജകുമാരൻ കൊല്ലം. ഓക്കെ. ഇതൊക്കെ പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. കരിമ്പനകളുടെ നാട് മറക്കണ്ട, പാലക്കാടാണ്. അതുപോലെ കേരളത്തിന്റെ ആഫ്രിക്ക എന്നറിയപ്പെടുന്നത് വയനാടാണ്. സപ്തഭാഷ സംഗമഭൂമി എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്. പ്രതിമ തിരുവനന്തപുരം, ശില്പം കോഴിക്കോട്. സാഹിത്യ നഗരം ഏതാ? നമുക്ക് ഇപ്പോഴും ചോദിച്ചതാ. സാഹിത്യ നഗരം കോഴിക്കോട്. നമുക്ക് റീസെന്റ് ചോദിച്ചു സാഹിത്യ നഗരം കോഴിക്കോട്. ഓക്കെ, പഠിച്ചോ? ഇതൊക്കെ അറിഞ്ഞതൊക്കെ എഴുതി വെച്ചോണേ. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം. പുന്നപ്ര വയലാർ സമരം. ഓക്കെ ആണല്ലോ. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. എന്നത് കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുറിച്യർ കലാപം. ഓക്കെ. അടുത്ത ഹിമാലയൻ നദികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? പെട്ടെന്ന് ചെയ്തോ, 10 ദിവസത്തിനോട് ചെയ്യുക. ഹിമാലയൻ നദിയല്ല, ഹിമാലയ നിരകളാണ് കേട്ടാ. ചോദ്യം വായിച്ചോ, വിട്ടുപോയി. ഈസി ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ. ഇതിലിപ്പം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റും ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റൊക്കെ ചിലപ്പോൾ കാണാൻ പാടായിട്ട് തോന്നും. അതായത് കാഗ്ര, കുളു, കാശ്മീർ തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഹിമാചൽ നിരയിൽ സ്ഥിതി ചെയ്യുന്നു. നമ്മളത് പക്ഷേ അറിയാം, സുഖവാസ കേന്ദ്രങ്ങൾ കൂടുതൽ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ്. അത് ശരിയാണ്. അടുത്ത് ഹിമാദ്രിയെ ഹിമാലയത്തിന്റെ നട്ടലെന്ന് വിളിക്കുന്നു. അതും ശരിയാണ്. ഓക്കെ. ഹിമാലയൻ നദികൾ സിവാലിക് പർവ്വതനിരയെ മുറിച്ചുകൊണ്ട് ഒഴുകുന്നതിനാൽ പലയിടങ്ങളിലും തുടർച്ച നഷ്ടപ്പെടുന്നു. ഓക്കെ, അതും ശരിയാണ്. ഇനി ഹിമാചലിന് തെക്ക് ഭാഗത്തായി കാണപ്പെടുന്ന ഹിമാലയ നിരകളാണ് ഹിമാദ്രി. അത് തെറ്റാണ്. നമ്മുടെ ഈ ഹിമാദ്രി എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലാണ് ഹിമാദ്രി, ഏറ്റവും വടക്ക് ഭാഗത്ത് ഹിമാദ്രി, നടുക്കാണ് ഹിമാചൽ, ഏറ്റവും താഴെയാണ് സിവാലിക്. ഓക്കെ, സിവാലിക്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് വന്നതെന്ന്. അതായത് ഹിമാലയൻ നദികൾ സിവാലിക്
പർവ്വതനിരയെ മുറിച്ചുകൊണ്ട് ഒഴുകുന്നു. അതായത് ഇവിടെ നിന്നൊക്കെ ഉത്ഭവിക്കുന്ന നദികൾ ഇങ്ങനെ ഒഴുകി ഒഴുകി വന്നിട്ട് ഇവിടേക്ക് എത്തുമ്പോൾ വലുതായ ശേഷം ഇതിനെന്ത് ചെയ്യും? ഇതിനെ മുറിച്ചു കിടക്കും. മനസ്സിലായ? ഇപ്പൊ സംഭവം മനസ്സിലായി. കാരണം ഇത് ഏറ്റവും തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സിവാലിക് ആയതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് വന്നത്. കിട്ടിയില്ലേ? കിട്ടിയാ? കിട്ടി. ഓക്കെ, അടുത്ത വിവാദത്തെ തുടർന്ന് പ്രസിദ്ധീകരണം പിൻവലിച്ച നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന ആത്മകഥ എഴുതിയതാര്? നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന ആത്മകഥ എഴുതിയത് പിള്ളേരെ ഓപ്ഷൻ എ എസ് സോമനാഥ് ആണ്. എസ് സോമനാഥ് മുൻ ISRO ചെയർമാൻ ആയിട്ടുള്ള വി നാരായണന് മുമ്പുള്ള ISRO ചെയർമാൻ ആയിട്ടുള്ള എസ് സോമനാഥ് ആണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന ആത്മകഥ എഴുതിയത്. അത് പ്രസിദ്ധീകരണം പിൻവലിച്ചുള്ള കാരണം അതില് അദ്ദേഹത്തിന് മുമ്പുള്ള ISRO ചെയർമാൻ ആയിട്ടുള്ള കെ ശിവനെ കുറിച്ച് വിവാദ പരാമർശം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് പിൻവലിച്ചത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നിലാവ് കുടിച്ച സിംഹങ്ങൾ കേട്ടാ. പക്ഷെ അവിടെ ഒരു കാര്യം പറയാതെ പോകാൻ പറ്റത്തില്ല. നമ്പി നാരായണന്റെ ആത്മകഥ എന്താണ്? നമ്പി നാരായണൻ പത്മഭൂഷൺ നമ്പി നാരായണന്റെ ആത്മകഥയാണ് ഓർമ്മകളുടെ ഭ്രമണപഥത്തിൽ ആരുടെ ആത്മകഥയാണ്ട? ഓർമ്മകളുടെ ഭ്രമണപഥത്തിൽ നമ്പി നാരായണന്റെ ആത്മകഥയാണ്. ഓർമ്മകളുടെ അറയിൽ ആരുടെ ആത്മകഥയാണ്? ഓർമ്മകളുടെ അറയിൽ ആത്മകഥ ആരുടെ കൃതിയാണ്? ഓർമ്മയുടെ അറയിൽ ഓക്കെ. അറ ഓർമ്മകളുടെ അറയില് ആരുടെ അറയില് ബഷീർ, ജയിലിൽ കിടന്നിട്ടുള്ള ബഷീർ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പ് അല്ലേ? ജി ശങ്കരക്കുറുപ്പ്. ഓക്കെ. ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പ്. ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി. ഓക്കെ. അപ്പൊ ഓർമ്മകളുടെ അറയിൽ ബഷീർ, ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പ്, തീരങ്ങളിൽ തകഴി, ഭ്രമണപഥത്തിൽ നമ്പി നാരായണൻ, നിലാവ് കുടിച്ച സിംഹങ്ങൾ ആരാ? സോമനാഥ്. ഓക്കെ. ഇന്ത്യയിൽ ആദ്യ ഭരണഘടനാ പാർക്ക് നിലയിൽ വരുന്നത് എവിടെയാണ്? ഭരണഘടനാ പാർക്ക് ഇതൊക്കെ കണ്ട പഠിച്ചിട്ടുള്ളതാണ്. ഭരണഘടനാ പാർക്ക് എവിടെ പിള്ളേരെ? ഭരണഘടനാ പാർക്ക് നിലയിൽ വരുന്നത് പൂനെയാണ്. പൂനെ മഹാരാഷ്ട്ര. ഭരണഘടനാ പാർക്ക് പൂനെ മഹാരാഷ്ട്ര. ഓക്കെ, പൂനെ മഹാരാഷ്ട്ര. 2000 ലോക്പാലിന്റെ പുതിയ അധ്യക്ഷനായി 2024 ഫെബ്രുവരിയിൽ നിയമിതനായ മുൻ സുപ്രീം കോടതി ജഡ്ജി ആരാണ് പിള്ളേരെ? അത് AM കാൻവിൽക്കർ. ജസ്റ്റിസ് AM കാൻവിൽക്കർ ആണ് ആൻസർ. പേര് പഠിച്ചിട്ടുണ്ടെന്ന് ചോദിക്കും കേട്ടോ. ജസ്റ്റിസ് AM കാൻവിൽക്കർ ആണ് ആൻസർ കേട്ടോ. ഓക്കെ. ദയാനന്ദ സരസ്വതിയെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ദയാനന്ദ സരസ്വതിയെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തറ. ഓക്കെ, നോക്കാം. നമുക്ക് വേണ്ടതേ സരസ്വതിയെ കുറിച്ചുള്ള ദയാനന്ദ സരസ്വതിയെ കുറിച്ച് തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ. ആര്യ സമാജം സ്ഥാപിച്ചു, ശരി. ഒന്നാമത്തെ ശരിയാണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചു, തെറ്റാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേ, ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഇപ്പൊ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് മനസ്സിലായി. നമുക്ക് വേണ്ടത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ എ വെട്ടിക്കളയാം. കാരണം എ കിടക്കുകയാണ്. എയിൽ 1 കിടക്കുകയാണ്, അത് വെട്ടിക്കളയാം. നമുക്ക് ഡിയും വെട്ടിക്കളയാം. മനസ്സിലായി? ഇങ്ങനെ വെട്ടിപ്പരിപാടി നോക്കിക്കോണേ. ഡിയും വെട്ടിക്കളയാം. കാരണം ഡിയിൽ 1 ഉണ്ട്, എയിൽ 1 ഉണ്ട്. അപ്പൊ അത് രണ്ടും വെട്ടാം. ശുദ്ധി പ്രസ്ഥാനം സ്ഥാപിച്ചു. അദ്ദേഹമല്ലേ ശുദ്ധി പ്രസ്ഥാനം സ്ഥാപിച്ചു? ഓക്കെ. അപ്പൊ അത് ശരിയാണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 3 കിടക്കുന്നു. അപ്പൊ ഇതും വെട്ടാം. അപ്പൊ ആൻസർ ഏതാണ്ട് പിള്ളേരെ ഓപ്ഷൻ സി ആണ്. തെറ്റായിട്ടുള്ളത് 2ഉം 4ഉം ആണ്. ഓക്കെ. അദ്ദേഹം 1875 ജനിച്ചു എന്നുള്ളത് തെറ്റാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. ശരി, അടുത്ത യൂണിയൻ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും അധികാരങ്ങൾ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാം പട്ടികയിലാണ്? നമുക്കറിയാം, ലിസ്റ്റുകളെ കുറിച്ച് പരാമർശിക്കുന്ന പട്ടിക 7ാമത്തെ പട്ടികയാണ്. 7ാമത്തെ പട്ടികയിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പരാമർശിക്കുന്നത് കേട്ടോ. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പൂർവ്വ തീര സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ മാത്രം തിരഞ്ഞെടുക്കുക. ചെയ്തോ, പെട്ടെന്ന് ചെയ്തോ.
ശരിയായ പ്രസ്താവനയാണ് വേണ്ടത്. പൂർവ്വതീരത്തെ കുറിച്ചല്ല, പൂർവ്വതീര. ഓക്കെ, പൂർവ്വതീരത്തെ കുറിച്ച് ശരിയായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. പശ്ചിമതീരത്തെ അപേക്ഷിച്ച് പൂർവ്വതീര സമതലത്തിന് വീതി കൂടുതലാണ്. വീതി കൂടുതലല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? പൂർവ്വതീരത്തിൽ അല്ലെങ്കിൽ കിഴക്കൻ തീര സമതലത്തിന് വീതി കൂടുതലും പടിഞ്ഞാറൻ തീര സമതലത്തിന്, അതായത് നമ്മളെ കേരളമൊക്കെ സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറൻ തീര സമതലത്തിന് വീതി കുറവുമാണ്. അത് ഒന്നാമത്തെ ശരിയാണ്. അപ്പൊ നമുക്ക് ഒന്നാമത്തതുള്ളത് മാത്രം നോക്കിയാൽ മതി. സി വെട്ടാം, ബിയും വെട്ടാം. ഓക്കെ, സിയും ബിയും നമുക്ക് വെട്ടാം. അടുത്ത്, കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വ തീരങ്ങളിൽ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. ശരിയോ തെറ്റോ? ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നുണ്ട്. പൂർവ്വ തീരത്ത് ഡെൽറ്റകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തതും ശരിയാണ്. അപ്പൊ 1ഉം 2ഉം എന്നുള്ള ഓപ്ഷൻ ഇവിടെ നമുക്ക് 2 ഇല്ലല്ലോ. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡി ആണ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇത് വടക്ക് ഗുജറാത്ത് തീരം മുതൽ തെക്ക് കേരള തീരം വരെ വ്യാപിച്ചിരിക്കുന്നു. അത് ഏതാണ്ടാ? അത് പടിഞ്ഞാറൻ സമതലമാണ് അല്ലേ? പടിഞ്ഞാറൻ സമതലമാണ്. കാൺല, നവശേവ, മർമ്മഗോവ അതും എന്താണ്? പടിഞ്ഞാറൻ സമതലമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് രണ്ടും തെറ്റാണ്. ഓക്കെ, നമുക്ക് 3 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. കണ്ടെത്തിയേ. പാടാണോ? ഓക്കെ, ഞാൻ തന്നെ പറഞ്ഞുതരാം. നമുക്ക് താഴെ നിന്ന് വരാം. പരുത്തി, പയർവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം മുതലായവ പ്രധാന കാർഷിക വിളകൾ. അത് ശരിയാണ്. അപ്പൊ ഡി ശരിയാണ്. നമുക്ക് ശരിയല്ലാത്തതാണ് വേണ്ടത്. ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഭൂവിഭാഗമാണ്. അതും ശരിയാണ്. ഇന്ത്യയിലെ, ഇത് പഠിച്ചോണം, ഇത് പലപ്പോഴും ചോദിക്കുന്നത്, ഇന്ത്യയിലെ ഏറ്റവും വലുതും പഴക്കമേറിയതുമായ ഭൂവിഭാഗം, അതായത് നമ്മുടെ ഭൂപ്രകൃതിയില് ഏറ്റവും വലുതും ഏറ്റവും പഴക്കമേറിയതും ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുന്നതോറും കൂടുന്നു. തിരിച്ചാണ്. കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് പോകുമ്പോഴാണ് കൂടുന്നത്. നിങ്ങൾ ആലോചിച്ചാൽ കിട്ടും. കാരണം ഈ പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മുടെ വെസ്റ്റേൺ ഘട്ട്, പശ്ചിമഘട്ടമുള്ളത് അല്ലേ? പടിഞ്ഞാറ് ഭാഗത്താണ് വെസ്റ്റേൺ ഘട്ടം അല്ലെങ്കിൽ പശ്ചിമഘട്ടം ഉള്ളത്. അപ്പൊ അങ്ങോട്ടേക്ക് വരുമ്പോൾ എന്ത് കൂടും? ഉയരം കൂടും. ഇവിടെ കൊടുത്തിരിക്കുന്നത് കിഴക്കോട്ട് പോകുന്നതും കൂടുമെന്നാണ്. അപ്പൊ അത് തെറ്റാണ്. അതും പഠിച്ചേ. ഈ 4 സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണേ, പഠിച്ചോണം കേട്ടാ. ഓക്കെ, കിഴക്കിന്ന് പടിഞ്ഞാറോട്ട് പോകുന്നു, ഉയരം കൂടുന്നു, ഏറ്റവും വലുതും പഴക്കമേറിയതുമായ ഭൂവിഭാഗം, ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഭൂവിഭാഗം, പരുത്തി, പയർ വർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം മുതലായവ കൃഷി ചെയ്യുന്നു. ഓക്കെ, 2 ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം, പെട്ടെന്ന് പോവാം. ചെയ്തേ, 39 ചോദ്യം ചെയ്തേ. ഓക്കെ, ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിൽ പെടാത്തവ ഏതല്ല? പെടാത്തവ എന്നാണ് കേട്ടോ. മണിപ്പൂർ ഇല്ല, പഞ്ചാബ് ഇല്ല, ഉത്തർപ്രദേശ് ഇല്ല, ഹരിയാന ഇല്ല. അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ. നമുക്ക് ഒരു ഓപ്ഷൻ കണ്ടുപിടിച്ചാൽ മതി. ഉത്തരായന രേഖയുടെ കോഡ് നിങ്ങൾക്ക് അറിയാം. ഉത്തരായന രേഖയുടെ കോഡ് കുറേ കോഡുണ്ട്. ഗജരാജ എം പി അത് അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. MT-യും MGR-ഉം ചേർന്നിട്ട് JCB വാങ്ങി. MD-യും MGR-ഉം ചേർന്നിട്ട് JCB വാങ്ങി. അത് ഓർത്താലും മതി. MD MGR ചേർന്നിട്ട് JCB വാങ്ങി, അത് ഓർത്താൽ മതി. MD-യുടെ M എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മധ്യപ്രദേശ്. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിപുര. ഈ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസോറാം. G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ പിള്ളേരെ? G എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗുജറാത്ത് അല്ലേ? ഗുജറാത്താണ് G. അടുത്ത R എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാജസ്ഥാൻ. JCBയുടെ J എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? JCBയുടെ J എന്താണ്ടാ? J എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജാർഖണ്ഡ്. അടുത്ത C എന്താണ്? C എന്ന് പറഞ്ഞാൽ ഛത്തീസ്ഗഡ്. B എന്ന് പറഞ്ഞാൽ എന്താണ്? B എന്ന് പറഞ്ഞാൽ ബംഗാൾ. അത്രേ ഉള്ളൂ. ഓക്കെ, ഈസിയാണ്. അപ്പൊ MD-യും MGR-ഉം ചേർന്നിട്ട് JCB വാങ്ങി. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ കോഡ്. M എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശ്, T എന്ന് പറഞ്ഞാൽ ത്രിപുര, MGR-ലെ M എന്ന് പറഞ്ഞാൽ മിസോറാം, G എന്ന് പറഞ്ഞാൽ ഗുജറാത്ത്,
R എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ, JCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ J ജാർഖണ്ഡ്, C ഛത്തീസ്ഗഡ്, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാൾ. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് ചോദ്യം, ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് പിള്ളേരെ ഹരിയാന. ഹരിയാനയാണ് ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? വർഗീസ് കുര്യൻ. ഡോക്ടർ വർഗീസ് കുര്യനെയാണ് ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ ഹരിയാനയിലെ കർണാൽ ഹരിയാന എന്ത് സ്ഥിതി ചെയ്യുന്നു? നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് പിള്ളേരെ? ഹരിയാനയിലെ കർണാലിലാണ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഈ കർണാലിലാണ് ആര് ജനിച്ചത്? കൽപ്പന ചൗള ജനിച്ചത്. കൽപ്പന ചൗള ജനിച്ച സ്ഥലവും ഏതാണ്ടാ? കർണാലാണ്. കൽപ്പന ചൗള ജനിച്ച സ്ഥലവും ഏതാണ്? കർണാലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ 40 ക്വസ്റ്റ്യൻ ചെയ്തു, കുറെ വിഷയങ്ങൾ നമ്മൾ റിവിഷൻ ചെയ്തു. ഈ റിവിഷൻ നിങ്ങൾക്ക് ഭയങ്കരമായി യൂസ്ഫുൾ ആവും. നന്നായിട്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യുക, ഒരു മടിയില്ലാതെ അറ്റൻഡ് ചെയ്യുക, ഒരു പരീക്ഷ പോലെ അറ്റൻഡ് ചെയ്യുക പിള്ളേരെ. അപ്പൊ 40 മാർക്ക് ഒന്ന് കമന്റ് ചെയ്തേ. 35+ ഉള്ളവരൊന്ന് കമന്റ് ചെയ്തേ. 35+ ഒക്കെ ഒരുപാട് പേര് കാണും. പ്രിയങ്ക 39, വിഷ്ണു 36, പിങ്കി 38, അർച്ചന 37.66, അഞ്ജന 40 ശരിയായി, കൊള്ളാം. ദീപ്തി 37, കൃഷ്ണൻ 38.66, ബിജിന 38.66, ഗാന 39, സൗമ്യ 39, സരിത 36, ഷാജിനി 36, അനീഷ് 37, കീർത്തി 36.6, കവിത 35, ശിവപ്രിയ 38.66, അനലക്ഷ്മി 38, അശ്വതി 35, സ്തുതി 36.66, സംഗീത 37.66, വിഷ്ണുനാരായണ 36, ഓക്കെ, സൗമ്യ 37, വിജില 35. 25+ ഉള്ള എല്ലാവരും മാർക്ക് കമന്റ് ചെയ്തോ. എന്റെ ഓടിപ്പൊക്കോ. ഓക്കെ, മാർക്ക് കമന്റ് ചെയ്തിട്ട് വിട്ടോ. ഓക്കെ, നല്ല പോലെ കയറി വരും. ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്തോ. ശരി, അത് നമുക്ക് കാണാം. ബൈ, ടാറ്റ.